ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KG മാരാർ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഇതിനുശേഷം 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ റാലിയെ പുത്തരിക്കണ്ട മൈതാനിയിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. വാർഡുതല യോഗമാണ്. വാർഡുതല നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന, അടിത്തട്ടിലെ പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന യോഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം എന്ന വിധത്തിൽ കൂടിയാണ് അമിത്ഷായെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ യോഗം നടത്തുന്നത് ബിജെപി. ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള KG മാരാർ ഭവൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അമിത്ഷാ എത്തിയിരിക്കുകയാണ്. അമിത്ഷാ എത്തുന്നതിന്റെ തൊട്ടു തലേ ദിവസമാണ് ബിജെപിയുടെ പുതിയ സംസ്ഥാന ടീമിനെ, രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലിസ്റ്റും പുറത്തിറങ്ങുന്നത്. അതിനെ ചൊല്ലി പാർട്ടിയിൽ ഒരു വിഭാഗം കെ സുരേന്ദ്രൻ, വി മുരളീധര പക്ഷ നേതാക്കൾ കലാപക്കൊടി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി പതാക ഉയർത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, താമരയാങ്ങിത ഹരിതകാവ്യ പതാക മാരാർജി ഭവന്റെ ഈ തിരുമുറ്റത്ത് ഉയർത്തിക്കൊണ്ട് ശ്രീ അമിത്ഷാജി ഈ മഹാസൗധത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇവിടെ വൃക്ഷത്തായി നട്ടുകൊണ്ട് അദ്ദേഹം വൃക്ഷത്തായി നടുകയാണ്. ഇപ്പോൾ ബിജെപിയുടെ പതാക ഉയർത്തിയ ശേഷം മാരാർജി ഭവനിൽ, KG മാരാർജി ഭവനിൽ ഇപ്പോൾ വൃക്ഷത്തൈ നടുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അദ്ദേഹം തന്നെ അതിലേക്കുള്ള മണ്ണ് ഉൾപ്പെടെ പറിച്ചിടുന്നു. അതിനുശേഷം മരത്തൈ നടുകയാണ്. ബഹുമാനായിട്ടുള്ള അമിത്ഷാജി നമ്മുടെ പതാക ഉയർത്തിയതിനു ശേഷം വൃക്ഷത്തൈ നട്ടുകൊണ്ട് കിട്ടൂല. വൃക്ഷത്തൈ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫലകം അനാച്ഛാദനം ചെയ്യലാണ്. കേരളത്തിന്റെ വൃക്ഷമായിട്ടുള്ള കണിക്കൊന്ന മാരാർജി ഭവന്റെ മുമ്പിൽ കണിക്കൊന്നയാണ് അദ്ദേഹം നട്ടിരിക്കുന്നത്. മാരാർജി ഭവനിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുറ്റത്ത് അദ്ദേഹം അല്പസമയത്തിനോടകം തന്നെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ, പുതിയ ജനറൽ സെക്രട്ടറി S. സുരേഷ്, ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, കേരളത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ എന്നിവരെ ഉൾപ്പെടെ കാണാം. ശിലാഫലകം അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇതാ ഓഫീസിനകത്തേക്ക് വരികയാണ്. ഓഫീസിൽ റിബൺ കട്ട് ചെയ്ത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം. ഇനി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. നാട മുറിച്ചുകൊണ്ട് അമിത്ഷാ ഇപ്പോൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഈ ഓഫീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ
ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം നിലവിളക്ക് കൊളുത്തിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാം. ഓഫീസ് വളപ്പിൽ ചെമ്പകത്തായി നട്ടതിന് ശേഷമാണ് നാട മുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ വെങ്കല പ്രതിമയും അമിത്ഷാ അനാവരണം ചെയ്യുന്നുണ്ട്. തുടർന്ന് 11:30 കൂടിയാണ് പുത്തിരിക്കണ്ടം മൈതാനിയിൽ വാർഡുതല നേതൃസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ 11:15 അതൊരു 12 മണിയോടുകൂടി ആരംഭിക്കാനാണ് സാധ്യത. KG മാരാരുടെ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ പേരിലാണ് മാരാർജി ഭവൻ എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 5000 വാർഡ് സമിതികളിലെ 25,000-ഓളം പേർ നേതൃസംഗമത്തിന് വേണ്ടി എത്തും എന്നുള്ളതാണ് BJP സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. മറ്റു 10 ജില്ലകളിലെ 5-അംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കളും വെർച്വലായി പങ്കെടുക്കും എന്നുള്ളതാണ് BJP സംസ്ഥാന കമ്മിറ്റി അറിയിക്കുന്നത്. 1.5 ലക്ഷത്തോളം പേർ വെർച്വലായി സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നുള്ളതും നേതൃത്വം പറഞ്ഞു വെക്കുകയാണ്. സംസ്ഥാന BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് ഈ മാരാർജി ഭവൻ, ഏതാണ്ട് 5 കോടിയോളം രൂപ മുടക്കിയാണ് മാരാർജി ഭവന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 5 കോടി രൂപയാൽ 5 നിലകളിലുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ KG മാരാരുടെ പ്രതിമയിൽ അമിത്ഷാ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത് കാണാം. 1ാമത്തെ നിലയിലായിരിക്കും പ്രസിഡന്റിന്റെ കെട്ടിടം ഓഫീസ് ഉള്ളത്. 2ാമത്തെ നിലയിലായിരിക്കും പോഷക സംഘടനകളുടെ യുവമോർച്ച, മഹിളാ മോർച്ച, പട്ടികജാതി മോർച്ച, ന്യൂനപക്ഷ മോർച്ച ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാരുടെയും ഭാരവാഹികളുടെയും ഓഫീസ് കെട്ടിടങ്ങൾ ഉണ്ടാവുക. 4ാമത്തെ നിലയിലായിരിക്കും നേതാക്കൾക്ക് ഉള്ള താമസ സൗകര്യമുള്ള മുറികൾ, വിശ്രമ മുറികൾ ഉൾപ്പെടെ ഉണ്ടാവുക. ഇപ്പോൾ KG മാരാരുടെ അർദ്ധകായ പ്രതിമയിൽ അമിത്ഷാ താമരപ്പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തിയിരിക്കുകയാണ്. K. സുരേന്ദ്രനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. VS അനു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനു, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള KG മാരാർ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അമിത്ഷായുടെ കേരള സന്ദർശനം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയുണ്ട് ചടങ്ങുകൾ? എപ്പോഴാണ് പുത്തരിക്കണ്ടം മൈതാനിയിലെ പരിപാടി ആരംഭിക്കുക? അനു, BJPക്ക് അതിന്റെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തെ KG മാരാർജി ഭവനിലേക്ക് എത്തി. അവിടെ വെച്ച് അദ്ദേഹം ആദ്യം എത്തിയ ഉടനെ അദ്ദേഹം BJPയുടെ പതാക ഇവിടെ ഉയർത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം BJP ഓഫീസ് തകരാറുണ്ട്, അതുകൊണ്ട് തന്നെ പരിഹരിക്കാം. BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള KG മാരാർ ഭവൻ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളീയ വാസ്തുവിദ്യ അടിസ്ഥാനമാക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ 55 സെന്റിലാണ് 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 7 നിലകളിലായി ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 5 നില എന്നുള്ളതായിരുന്നു. 7 നിലകളിലാണ് ഓഫീസ് ഉള്ളത്. പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞ ദിവസം ഒരുപാട് നാളുകൾക്ക് മുൻപ് നടത്തുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അന്തിമമായ പണി കൂടി പൂർത്തിയാക്കി അമിത്ഷാ ഇപ്പോൾ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഴയ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അതുണ്ടോ ഇപ്പോഴും ഈ കമ്മിറ്റി ഓഫീസിൽ എന്നുള്ളത് നമുക്ക് അനുവിനോട് ചോദിക്കാം. അനു, എന്നെ കേൾക്കാമെങ്കിൽ ഈ ഓഫീസിൻ്റെ പ്രത്യേകതകളൊന്ന് പറയാമോ? പഴയ കമ്മിറ്റി ഓഫീസിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഈ ഓഫീസിൽ അതുണ്ടോ അനു? ബിനിൽ, കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ്, ശൈലിയിലാണ് ഈ മാരാർജി ഭവൻ ഒരുക്കി. അതായത് ഗ്രൗണ്ട് ഫ്ലോറിന്
2 നില പുതിയ മാരാർജി ഭവൻ. 60,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ സന്ദർശകർക്ക് അല്ലെങ്കിൽ അവിടെ എത്തി ഈ BJPയുടെ വികസന കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ഓഫീസിലുണ്ട്. പത്രപ്രവർത്തകർക്ക് മാധ്യമങ്ങളെ കാണുന്നതിനുള്ള പ്രസ് കോൺഫറൻസ് ഹാള് ബസ് ഉൾപ്പെടെയാണ് ആദ്യ ഗ്രൗണ്ട് നിലയിലുള്ളത്. അതിനു മുകളിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ്. അതുകൂടാതെ മോർച്ച അധ്യക്ഷന്മാരുടെ ഓഫീസ് രണ്ടാമത്തെ നിലയിലേക്കും ഉണ്ട്. പിന്നെ ഇപ്പൊ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള മുറികൾ, വലിയ മീറ്റിംഗ് നടത്താനുള്ള ഹാളുകൾ, അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ തിരുവനന്തപുരത്തെ BJP ആസ്ഥാന മന്ദിരം പണികഴിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു മുറിയുണ്ട് എന്ന് ഈ കെട്ടിടത്തിന്റെ തുടക്കത്തിൽ അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന KS സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് MG രമേശ് അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇനിയുള്ള ആളുകളിൽ കേരളം ഭരിക്കാൻ ഇടയാവുകയാണെങ്കിൽ അവിടേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കുള്ള മുറി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് നേതാക്കൾ നൽകുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും അമിത്ഷാ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഇവിടെ ശ്യാമപ്രസാദ് മുഖർജി അതുപോലെ തന്നെ ദീൻദയാൽ ഉപാധ്യായ എന്നിവരുടെ പ്രതിമകളിലാണ് ആദ്യം അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയത്. അതിനുശേഷം ഈ ഓഫീസിലെ പ്രധാനപ്പെട്ട ഗ്രൗണ്ട് ഫ്ലോറിലെ നടുമുറ്റത്ത് സജ്ജീകരിച്ചിരിക്കുന്ന KG മാരാർ എന്ന BJP പ്രവർത്തകരുടെ മാരാർജിയുടെ അദ്ദേഹത്തിന്റെ അർത്ഥകായ വെങ്കല പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഇപ്പോൾ അദ്ദേഹം അകത്ത് BJP നേതാക്കളുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോകും. അവിടെയാണ് പൊതുപരിപാടി നടക്കുക. നമുക്കറിയാം 1980 മുതൽ കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ ജനസംഘത്തിനാർ BJP ആകുന്നു. ആദ്യ BJPയുടെ അധ്യക്ഷനായിട്ടുള്ള O രാജഗോപാൽ ഇവിടെയുണ്ട്. രണ്ടാമത്തെ അധ്യക്ഷനായിരുന്നു ഈ പറയുന്ന KG മാരാർ. അതിനുശേഷം പിന്നീട് K രാമൻപിള്ളയും വീണ്ടും KG മാരാറും അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ വരെ എത്തി നിൽക്കുന്ന BJPയുടെ കേരളത്തിലെ BJPയുടെ സംഘടനാ രാഷ്ട്രീയ വസ്തുക്കൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക മുഹൂർത്തമാണ്, ഒരു നാഴികക്കല്ലാണ് ഇത്രയും വലിയ ഒരു ഓഫീസിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനം മാറ്റുക എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ BJPയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും BJP ദേശീയ അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷായാണ് ഇവിടെ KG മാരാർ ഭവന്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ KG മാരാർ ഭവൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം എത്തി നേതാക്കളെല്ലാം അഭിസംബോധന ചെയ്തതിനു ശേഷം ഹസ്തദാനം നൽകിയതിനു ശേഷം BJPയുടെ പതാക ഉയർത്തി, ഓഫീസിന്റെ മുറ്റത്ത് പതാക ഉയർത്തി. അതിനുശേഷം ഒരു ചെമ്പകത്തൈ നട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള ചെമ്പകത്തൈ നട്ടതിന് ശേഷം ഉള്ളിലേക്ക് പോയി നാടമുറിച്ച് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു. പിന്നീട് KG മാരാർ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ അർദ്ധകായ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും താമര മാല ചാർത്തുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ അനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 60,000 സ്ക്വയർ മീറ്ററുള്ള വലിയ ഒരു ഓഫീസ് കെട്ടിടമാണ് BJP വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനോടകം തന്നെ അദ്ദേഹം പുത്തിരിക്കണ്ടം മൈതാനിയിലേക്ക് പോകും. അവിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ BJP നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസമ്മേളനം, വാർഡ് തല സമ്മേളനത്തെയാണ്. ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരെ അമിത്ഷാ അഭിസംബോധന ചെയ്യുമെന്നുള്ളതാണ് BJP സംസ്ഥാന കമ്മിറ്റി അറിയിക്കുന്നത്. അനു നമുക്കൊപ്പം ചേരുകയാണ്. അനു, ഈ ഓഫീസ് കെട്ടിടം പൂർണ്ണമായി നോക്കിക്കാണുകയാണോ അമിത്ഷാ? എപ്പോഴാണ് പുത്തിരിക്കണ്ടത്തേക്ക് എത്തുക? അവിടുത്തെ പരിപാടികൾ ഏത് വിധത്തിലാണ്? പറയാം. തീർച്ചയായും ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഉദ്ഘാടനത്തിന് ശേഷം ഓഫീസിനകത്തേക്ക് എത്തുകയാണ്. എത്തിയതിനു ശേഷം അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കണ്ട ശേഷമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരിക. ഇവിടെ നിന്ന് നേരെ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് അദ്ദേഹം അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് വരെയുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു പാർട്ടിയുടെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്.
നമുക്കറിയാം BJP സംബന്ധിച്ച് 2 സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും അതുകൂടാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷൻ അടക്കം പിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്നലെ BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് BJP നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അമിത്ഷാ മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ച് മിഷൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യയിൽ അധികാരത്തിൽ അല്ലെങ്കിൽ ഇതിൽ കേരളത്തിൽ കൃത്യമായ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ പ്രധാനമായ പ്രതിപക്ഷമായി മാറണം, പിന്നീട് ഭരണം പിടിക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര നേതാക്കൾ സംസ്ഥാനത്തിന് നൽകിയതാണ്. അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇന്നത്തെ മീറ്റിംഗിൽ അമിത്ഷാ മുന്നോട്ട് വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം മാരാർജി ഭവനിൽ നിന്നും അദ്ദേഹം പുത്തൻകണ്ടത്തെ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പോകും. ശരി, VS അനുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. കണിക്കൊന്നയാണ് അദ്ദേഹം അവിടെ നട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചെമ്പകം എന്ന് മാറി പറഞ്ഞിരിക്കുന്നു. അനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ ഓഫീസാണ് അവിടെ പണി പൂർത്തിയാക്കി. ഇപ്പോൾ അമിത്ഷാ കേരളത്തിലെ BJPയുടെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോക്കിന് വേണ്ടി ഇന്ധനം പകരുന്ന ഒരു ഓഫീസ് കെട്ടിടം അവിടെ നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അല്പസമയത്തിനോടകം തന്നെ BJPയുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി വാർഡുതല നേതൃയോഗത്തിലേക്ക് അമിത്ഷാ എത്തും. അമിത്ഷാ സംസാരിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. അനുവാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.